ഡിയർ ഫ്രണ്ട്സ്, ചേമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഈ രുചിയോടുകൂടി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ചോറൊന്ന് മാറ്റി വെച്ചിട്ട് ചോറിന് പകരമായിട്ട് കഴിക്കാം. നമുക്ക് ചേമ്പ് ഇതുപോലെ തയ്യാറാക്കിയാൽ. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടുന്നത് ഒരു ചേമ്പ്, ഒരു ക്യാരറ്റ്, ഒരു പച്ച ഏത്തക്ക. ഇത് മൂന്നും കൂടി നല്ലതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പച്ച വെളിച്ചെണ്ണ, നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ, അതല്ലാന്നുണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതുകൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരല്പം നാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു ബൗളിൽ സെറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലെ സെറ്റ് ചെയ്ത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ അയൺ കടായിയിൽ വേവിച്ച മട്ടൺ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറി, മൂന്നിലും വച്ച് ഏറ്റവും നല്ല കോമ്പിനേഷൻ മട്ടൺ കറിയാണ്. മട്ടൺ കറി ഇഷ്ടപ്പെടുന്നവർക്ക് മട്ടൺ കറി കൂട്ടി കഴിക്കാം. ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവർക്ക് ചിക്കൻ കറി, അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതൊക്കെ തന്നെയാണ്. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു ഉള്ളി സാലഡ് കൂടി ഉണ്ടെങ്കിൽ ഒരു നേരത്തെ നല്ല ഒരു ഫുൾ മീൽസിന് പകരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ എവിടെ നിന്നാണ് എൻ്റെ വീഡിയോ കാണുന്നത് അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടണം. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വച്ചാൽ ഞാനിടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.